നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറത്ത് വൃദ്ധ കൊല്ലപ്പെട്ടത് തലയോട്ടി പിളർന്ന ഭാരമേറിയ വസ്തു കൊണ്ട് തലയോട്ടിക്കടിയേറ്റെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരുന്നതായി വിവരം. വീട്ടിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടില്ല. ലഹരി മാഫിയ സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം. സംസ്ഥാനത്ത് 11,647 കോവിഡ് രോഗികൾ. പരിശോധിച്ചത് 1,07,474 സാമ്പിളുകൾ. മലപ്പുറത്ത് DPR ഉയർന്നു തന്നെ. 1,187 പേർക്ക് വൈറസ് ബാധ. തിരൂരിൽ കഞ്ചാവ് മാഫിയയുടെ ഗുണ്ടാവിളയാട്ടം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും കവർന്നു. തിരൂർ പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്തെ ബാറുകൾ തിങ്കളാഴ്ച മുതൽ അടച്ചിടും. വെബ്കോ എയർ മാർജിൻ വർദ്ധിപ്പിച്ചത് ബാറുകൾക്ക് നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടച്ചിടൽ തീരുമാനം. ഓൺലൈൻ പഠന സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി SFI താനൂർ ഏരിയ കമ്മിറ്റി. SFI സംഘടിപ്പിച്ച ബിരിയാണി ചാലഞ്ചിൽ നിരവധി പേർ പങ്കാളികളായി. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റിപ്പുറത്ത് വൃദ്ധ കൊല്ലപ്പെട്ടത് തലയോട്ടി പിളർന്നെന്ന് കണ്ടെത്തൽ. ഭാരമേറിയ വസ്തു കൊണ്ട് തലക്കടിയേറ്റതാണ് തലയോട്ടി പിളരാനുള്ള കാരണം. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരുന്നതും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. അതേസമയം വീട്ടിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. ലഹരി മാഫിയ സംഘത്തെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. മലപ്പുറം കുറ്റിപ്പുറം നാഗപ്പറമ്പിൽ 62-കാരി കുഞ്ഞിപ്പാത്തുമ്മ ദുരൂഹമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തലയോട്ടി പിളർന്നാണ് കുഞ്ഞിപ്പാത്തുമ്മ കൊല്ലപ്പെട്ടതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഭാരമേറിയ വസ്തു ഉപയോഗിച്ച് തലക്കടിച്ചാണ് തലയോട്ടി പിളരാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായും പോലീസ് പറയുന്നു. മോഷണമല്ല കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലുള്ള വിലയിരുത്തൽ. വീട്ടിൽ സൂക്ഷിച്ച 2,60,000 രൂപ നഷ്ടപ്പെടാത്തതാണ് പോലീസിനെ ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിച്ചത്. കേസിൽ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കുഞ്ഞിപ്പാത്തുമ്മയെ പരിചയമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. എങ്കിലും മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ച് പണം മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. പരിസരത്ത് ലഹരി ഉപയോഗിക്കുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. വളാഞ്ചേരി CIക്കാണ് അന്വേഷണ ചുമതല. സംശയമുള്ള 4 പേരെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. മണം പിടിച്ചെത്തിയ പോലീസ് നായ 1 കിലോമീറ്റർ അകലെയുള്ള കൈതക്കാവിൽ വരെ പോയിരുന്നു. 30 സെന്റ് ഭൂമിയും കൊച്ചുവീടും മരിച്ച കുഞ്ഞിപ്പാത്തുമ്മയുടെ പേരിലുണ്ട്. ഉമ്മക്കൊപ്പമായിരുന്നു താമസം. 10 വർഷം മുമ്പ് ഉമ്മ മരിച്ചതോടെ കുഞ്ഞിപ്പാത്തുമ്മ വീട്ടിൽ തനിച്ചായി. നാട്ടുകാരുടെ സഹായം കൊണ്ടായിരുന്നു ദൈനംദിന ജീവിതം. വെള്ളിയാഴ്ച രാവിലെയാണ് കുറ്റിപ്പുറത്തെ വീട്ടിൽ തനിച്ചു താമസിക്കുന്ന കുഞ്ഞിപ്പാത്തുമ്മയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ തനിച്ചു താമസിക്കുന്ന കുഞ്ഞിപ്പാത്തുമ്മയെ പുറത്തു കാണാതായതിനെ തുടർന്ന് അയൽവാസികൾ വന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വീടിന്റെ ഉമ്മറത്ത് തലക്കടിയേറ്റ് മരിച്ച നിലയിലായിരുന്നു. വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ദേഹത്തു നിന്നും വാർന്ന രക്തം വീടിന്റെ വരാതിൽ പരന്നൊഴുകിയ നിലയിലായിരുന്നു. സംസ്ഥാനത്തെ കോവിഡ് പ്രതിദിന കണക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. പുതുതായി 11,647 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,07,474 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.84%. 112 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 12,060 ആയി. 12,459 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഇന്ന് 11,647 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 1,600, എറണാകുളം 1,461, കൊല്ലം 1,219, മലപ്പുറം 1,187, തൃശൂർ 1,113, പാലക്കാട് 1,045, കോഴിക്കോട് 979, ആലപ്പുഴ 638, കോട്ടയം 600, കണ്ണൂർ 486, കാസർഗോഡ് 476, ഇടുക്കി 430, പത്തനംതിട്ട 234, വയനാട് 179 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,07,474 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.84 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 112 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 12,060 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 54 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 10,982 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 554 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 57 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,459 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,48,037 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13% തുടരുന്നു. പുതുതായി 1,187 പേർക്ക് വൈറസ് ബാധയുണ്ടായി. സമ്പർക്കത്തിലൂടെ 1,140 പേർ രോഗികളായി. DPR 13.16%. 1,520 പേരാണ് രോഗമുക്തരായത്. ജില്ലയിൽ ഇതുവരെ 1,058 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.16% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1,187 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 1,520 പേർ ഞായറാഴ്ച രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,12,051 പേരായി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,140 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 30 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 17 പേർക്കും രോഗബാധ
സ്ഥിരീകരിച്ചിട്ടുണ്ട്. 33,547 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 10,038 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,058 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. മാസ്ക് ധരിക്കാത്തതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വൈറലായ വയോധികയെ കണ്ടെത്തി. മൂത്തേടം സ്വദേശി അത്തിമണിൽ ആയിഷ എന്ന 85-കാരിയാണ് കഥയിലെ നായിക. എന്നാൽ പിഴ ഈടാക്കിയെന്ന തരത്തിൽ വരുന്ന പ്രചരണം ശരിയല്ലെന്നും ജാഗ്രത കാണിക്കണം എന്ന നിർദ്ദേശമാണ് എഴുതി നൽകിയതെന്നുമാണ് ഇവർ പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഓള് തിരുമ്പി കുടിച്ച ഇപ്പൊ കുറുക്കി എന്റെ മകന്റെ അവിടേക്ക് തിരുമ്പാൻ ഞാൻ പോകും. ഞാൻ തിരുമ്പൊന്നുമില്ല, ഓള് തിരുമ്പി ഞാൻ കുടിച്ചു. കുളിക്കാൻ പോവാണോ? മകളെ വീട്ടിക്ക് കുളിക്കാൻ പോവാണോ? ആ ഓല അവിടെയും കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകും. ഓല കഴിഞ്ഞപ്പോ പോയിക്കാണി ഫൈൻ കിട്ടുവേ. മാസ്ക് ഒരു 500 രൂപ മകൻ അടച്ചോളൂ അല്ലേ? അമ്മോന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. മാസ്ക് ധരിക്കാത്ത വയോധികക്കെതിരെ പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മൂത്തേടം സ്വദേശി അത്തിമണിൽ ആയിഷ എന്ന 85-കാരിയായ വയോധികക്കാണ് പിഴ ഈടാക്കി ഉദ്യോഗസ്ഥർ എഴുതി നൽകിയത്. എന്നാൽ പിഴ ഈടാക്കിയെന്ന തരത്തിൽ വരുന്ന പ്രചരണം ശരിയല്ലെന്നും ജാഗ്രത കാണിക്കണമെന്ന നിർദ്ദേശമാണ് എഴുതി നൽകിയതെന്നുമാണ് ഇവർ പറയുന്നത്. മോളെ ഭർത്താവാണ്. അവിടേക്കും വന്നായിരുന്നു കുളിക്കാൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്. വെറുതെ കുളിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇവിടെ സൗകര്യം ഇല്ലായിട്ടല്ല, പക്ഷെ അതങ്ങനെ എപ്പോഴാണ് തോന്നിയത് അവിടെ നിന്ന് കുളിക്കില്ല. ആ ടൈമിന് ഓലെ വണ്ടി പാസ് ചെയ്ത് അവരെ വിളിച്ച് വീഡിയോ എടുക്കുകയും വീഡിയോ സോഷ്യൽ മീഡിയ വഴി എല്ലായിടത്തും പ്രചരിപ്പിക്കുക. അങ്ങനെ ഒരു മാനം എടുത്തതിൻ്റെ ഉദ്യോഗസ്ഥത്തോടു കൂടെ ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് ഞങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് ഇതിൽ നിന്നും മാനം നോക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പല ആശയവും പറഞ്ഞിട്ട് ഞങ്ങളെ മോശപ്പെട്ട രീതിയിൽ പല ആൾക്കാരും എന്നാൽ നല്ലത് പറഞ്ഞു. ഇതുകൊണ്ട് ഇവിടെ പരിസരത്തുള്ളവർക്ക് അറിയാം ഉമ്മ എങ്ങനെയാണ്, ഞങ്ങളെങ്ങനെ ഉമ്മാനായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ അറിയാം. പക്ഷേ പുറത്തുള്ള ലോകം മൊത്തം ഇത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അവരെന്താ അതിൻ്റെ ഇത് ചോദിച്ചാൽ പിന്നെ അതിലൊരു വനിതാ ഉദ്യോഗസ്ഥ തന്നെയാണ് അതിൻ്റെ ഇൻചാർജിൽ. 36 ഇന്ന് ഇറങ്ങിയാണ്ട് തൊട്ടടുത്ത വീട്ടിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മാസ്ക് എടുത്തു കൊടുത്താണ് ഉമ്മ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇപ്പോഴത്തെ അവസ്ഥ ഒരു ബോധവൽക്കരണോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണ് നമുക്കതിനെ അംഗീകരിക്കാനായി. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ വൈറലായി കഴിഞ്ഞു. സെക്ടർ മജിസ്ട്രേറ്റിന്റെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് നിഷ്കളങ്കതയോടെ മറുപടി പറയുന്ന വയോധികക്ക് എതിരെ പിഴ ചുമത്തിയതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഉമ്മ മകളുടെയും മകന്റെയും വീടുകളിലേക്ക് പോകാറുണ്ട്. അവരെ തടയാറില്ലെന്നും നല്ലതുപോലെ മക്കൾ നോക്കുന്നുമുണ്ട്. എന്നാൽ വീഡിയോ വൈറലായത് വലിയ വിഷമമുണ്ടാക്കുന്നതായി മകളുടെ ഭർത്താവ് പറഞ്ഞു. കുട്ടികളുടെ സ്വഭാവമാണ് ഉമ്മാക്കെന്നും മക്കൾ പറയുന്നു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനമോടിച്ച ഡ്രൈവർ ഹംസയാണ് വീഡിയോ തന്റെ മൊബൈലിൽ പകർത്തിയത്. ഉമ്മയെ കണ്ടപ്പോൾ തന്റെ ഉമ്മയെ പോലെ തോന്നിച്ചതുകൊണ്ടാണ് ഫോട്ടോ മൊബൈൽ പകർത്തിയതെന്നാണ് ഹംസയുടെ വിശദീകരണം. തന്റെ മകൾക്കും ഭാര്യയ്ക്കും കാണിച്ചു കൊടുക്കാനാണ് വീഡിയോ എടുത്തത്. താനിത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, പോസ്റ്റ് ചെയ്തിട്ടുമില്ല. എന്തായാലും 85 വയസ്സുള്ള വയോധികയെ ചോദ്യം ചെയ്യുകയും വീണ്ടും വരുമെന്ന മുന്നറിയിപ്പും നൽകുന്ന ജീവനക്കാരുടെ നടപടി മനുഷ്യത്വരഹിതമാണെന്ന കാര്യത്തിൽ ഏകാഭിപ്രായമാണുള്ളത്. എന്തായാലും വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വലിയ വിഷയമായി മാറിക്കഴിഞ്ഞു. കൊറോണ കാലത്ത് പ്രതിസന്ധി നേരിടുന്ന സോഡ വ്യവസായത്തെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട സോഡ നിർമ്മാതാക്കൾ വീടിന് മുമ്പിലും കമ്പനിയുടെ മുന്നിലും ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. തിരൂരിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അശോകൻ വയ്യാട്ട് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ലോണുകളുടെ തിരിച്ചടവിന് സാവകാശം അനുവദിക്കുക, വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനികൾക്ക് കെട്ടിടോടമ വാടക ഇളവ് അനുവദിക്കുക, അടിയന്തര സഹായമായി 10,000 രൂപ അനുവദിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളിലെ ലൈസൻസ് ഫീസ് നികുതി ഇളവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സോഡ നിർമ്മാതാക്കളുടെ സംഘടനയായ മാസ് കേരളയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വാടക ഇളവ് നൽകുക, അടിയന്തര സഹായമായിട്ട് 10,000 രൂപ അനുവദിക്കുക, ഈ കൂട്ടത്തിൽ വാക്സിനേഷന് മുൻഗണന നൽകുക. മാസ് കേരളയുടെ നേതൃത്വത്തിൽ 20/6/2021 കേരളത്തിലുടനീളം ഈ ഒരു പരിപാടി നടക്കുകയാണ്. സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അതേപോലെ തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തുകയാണ് ഞങ്ങൾ ഈ വിഷയം. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ സോഡ നിർമ്മാണ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വീടുകൾക്ക് മുന്നിലും കമ്പനിയുടെ മുന്നിലുമായാണ് സമരം സംഘടിപ്പിച്ചത്. ജില്ലയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അശോകൻ വയ്യാട്ട്, ജില്ലാ പ്രസിഡന്റ് ഹബീബ് കോട്ടക്കൽ, ജില്ലാ സെക്രട്ടറി ഹനീഫ NH, ജില്ലാ ട്രഷറർ ഉണ്ണി താന്നൂർ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബാലകൃഷ്ണൻ PKS മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്തെ ബാറുകൾ നാളെ മുതൽ അടച്ചിടാൻ തീരുമാനിച്ചു. വെബ്കോ വെയർ മാർജിൻ വർദ്ധിപ്പിച്ചത് ബാറുകൾക്ക് നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാർ ഉടമകളുടെ നടപടി. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷനാണ് ബാറുകൾ അടച്ചിടാൻ തീരുമാനിച്ചത്.
ബാറുകളുടെ വെയർഹൌസ് മാർജിൻ ഉയർത്തിയതിനെതിരെയാണ് ബാറുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ ബാറുടമകളുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ തീരുമാനിച്ചത്. വെയർഹൌസ് മാർജിൻ ബെവ്കോ വർദ്ധിപ്പിച്ചത് കനത്ത നഷ്ടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ബാറുകൾക്ക് 25%, കൺസ്യൂമർ ഫെഡിന്റേത് 8 നിന്ന് 20%, വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും മദ്യവിൽപ്പന നിർത്തിവെച്ചേക്കുമെന്നാണ് സൂചന. വെയർഹൌസ് മാർജിൻ ഉയർത്തിയ നടപടിയിൽ ബാറുകൾ ഉൾപ്പെടുന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ചർച്ചകൾക്കായി സർക്കാരിനെ സമീപിച്ചിരുന്നു. പുതിയ നിർദ്ദേശം സാമ്പത്തിക പ്രശ്നമുണ്ടാക്കുമെന്ന് സംഘടന സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. പ്രശ്നം പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും അതുവരെ ബാറുകൾ അടച്ചിടാനാണ് അസോസിയേഷന്റെ തീരുമാനം. വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിക്കുമ്പോഴും MRP നിരക്കിൽ നിന്ന് വില കൂട്ടി വിൽക്കാൻ അനുവാദമില്ലാത്തതാണ് കൺസ്യൂമർ ഫെഡിനും ബാറുകൾക്കും തിരിച്ചടിയായത്. ബെവ്കോയിൽ നിന്ന് വിൽപ്പനയ്ക്കായി മദ്യം വാങ്ങുമ്പോൾ ഈടാക്കുന്ന തുകയാണ് വെയർഹൌസ് മാർജിൻ. സർക്കാർ വെയർഹൌസ് മാർജിൻ ഉയർത്താമെങ്കിലും ബാറുകൾക്കും കൺസ്യൂമർ ഫെഡിനും റീറ്റെയിൽ വില ഉയർത്താൻ കഴിയില്ല എന്നതാണ് പുതിയ പ്രതിസന്ധിക്കു കാരണം. മനുഷ്യന്റെ ചിന്തയെ തെളിച്ചമുള്ളതാക്കുവാൻ നല്ല വായന സഹായിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. വായനാ വാരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വായനാ ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. പറവണ സലഫി EM സ്കൂളിൽ നടന്ന വായനാ വാരത്തിലെ ഉദ്ഘാടനം പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ ശ്രീകുമാർ നിർവഹിച്ചു. മനുഷ്യന്റെ ചിന്തയെ വെളിച്ചമുള്ളതാക്കി മാറ്റുവാൻ നല്ല വായന മനുഷ്യരെ സഹായിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. വായനാ വാരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വായനാ ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. മനുഷ്യന്റെ ചിന്തയെ തെളിച്ചമുള്ളതാക്കുവാൻ നല്ല വായന സഹായിക്കും. അധ്യാപകരെ പോലെ അറിവ് പകർന്നു നൽകുന്നവയാണ് പുസ്തകങ്ങൾ. പ്രഗത്ഭരായ രാഷ്ട്രമീമാംസകരും സാമൂഹ്യ പരിഷ്കർത്താക്കളും എഴുത്തുകാരും കലാകാരന്മാരും പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരാണ്. പുസ്തകങ്ങളിലൂടെ അറിവിൻ്റെ അഗ്നി ഊതിപ്പറത്തുമ്പോഴാണ് വിദ്യാഭ്യാസം ഗുണതയുടെ പാരമ്യത്തിലെത്തുന്നത്. പറവണ സലഫി EM സ്കൂളിൽ നടന്ന വായനാ വാരത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ ശ്രീകുമാർ നിർവഹിച്ചു. നമുക്ക് സന്തോഷവും സുഖവും തരുന്ന അസംഖ്യം കാര്യങ്ങൾ ഈ ലോകത്ത് വേറെയുണ്ട്. നമ്മളെ ശ്രദ്ധ വഴിതെറ്റിച്ച് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ സമയം പിടിച്ചു പറിക്കുന്ന പലതുമുണ്ട്. അവയ്ക്ക് വഴിപ്പെടാതെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വായനയിൽ കുറച്ചേറെ നേരമെങ്കിലും തങ്ങി നിൽക്കാൻ, കുറച്ചേറെ നേരം എൻ്റെ പുസ്തകങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞാൻ എന്നെ തന്നെ തളച്ചിടുന്ന ഒരു ഉപാധി എന്ന നിലയ്ക്കാണ് ഒരു വർഷം 100 പുസ്തകം വായിക്കുക എന്നുള്ളൊരു വെല്ലുവിളി, ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ഞാൻ എന്നെ തന്നെ തളച്ചിടുന്നത്. പ്രമുഖ കോളമിസ്റ്റ് മെഹദി മക്ബൂൽ, എഴുത്തുകാരനും അധ്യാപകനുമായ റഹ്മാൻ കിടങ്ങഴം, രമണൻ ഞാങ്ങാട്ടിരി, രാസിദ് അശോക്, വിനോദ് ആലത്തിയൂർ തുടങ്ങിയ യുവ എഴുത്തുകാർ തങ്ങളുടെ വായനാനുഭവം കുട്ടികളുമായി പങ്കുവച്ചു. ദിയ ബീവി, ഭാനിഷ ബാബു, അമാന മൊയ്തീൻ എന്നീ വിദ്യാർത്ഥികൾ പുസ്തക പരിചയം നടത്തി. തുടർന്ന് അക്ഷരമരം നടൽ, രക്ഷിതാക്കളുടെ വായനാനുഭവം പങ്കുവയ്ക്കൽ, സാഹിത്യ ക്വിസ് തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വം നടന്ന പരിപാടിക്ക് ഗിരിജ ബീവി, ഷംസീന, നൂർജഹാൻ, ഹുസ്ന, സജിത, സുജന എന്നിവർ നേതൃത്വം നൽകി. ആലത്തൂർ TMLP സ്കൂൾ വിപുലമായ പരിപാടികളുടെ വായനാ ദിനം ആചരിച്ചു. സാഹിത്യകാരൻ സേതു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വായനാ ദിന സന്ദേശവും നൽകി. ആലത്തൂർ TMLP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സാഹിത്യകാരൻ സേതു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഫാത്തിമ ടീച്ചർ, വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രമേശ് കുമാർ, വിനോദ് ആലത്തൂർ, PTA പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, അധ്യാപകരായ R അനിൽകുമാർ, ലിനിത, സിനി ജോസഫ്, റീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അമ്മമാരുടെ വായനാ ദിന പരിപാടികളും വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും നടന്നു. ഷാജിദ ടീച്ചർ നന്ദി പറഞ്ഞു. ചെമ്പ്ര 8ാം വാർഡ് യൂത്ത് ലീഗ് പ്രവർത്തകരും ഹെൽപ്പ് ലൈൻ വാട്സാപ്പ് കൂട്ടായ്മയും സംയുക്തമായി ശുചീകരണം നടത്തി. 8ാം വാർഡ് കൗൺസിലർ M നാസർ മൂപ്പൻ നേതൃത്വം നൽകി. ചെമ്പ്ര 8ാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും ഹെൽപ്പ് ലൈൻ വാട്സാപ്പ് കൂട്ടായ്മയും സംയുക്തമാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പൊതുയിടങ്ങളും റോഡിന്റെ ഇരുവശവും ശുചീകരണം നടത്തി. തിരൂർ നഗരസഭയുടെ 7ഉം 8ഉം കൂടിച്ചേരുന്ന കുന്നത്തുപറമ്പ് നെല്ലുംപടി റോഡ് ശുചീകരണാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഹെൽപ്പ് ലൈനിൻ്റെ നമ്മുടെ കുറേ ആളുകളും KMCCൻ്റെ കുറേ ആളുകളും ചേർന്ന് കൂട്ടമായി ഒരു റോഡ് ശുചീകരണാർത്ഥം നടത്തുകയാണ്. 8ാം വാർഡിലെ മുഴുവൻ പൊതുയിടങ്ങളും റോഡ് സൈഡുകളുമാണ് ഇവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. 7-8 വാർഡുകളിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഹെൽപ്പ് ലൈൻ വാട്സപ്പ് കൂട്ടായ്മയുടെയും ഗ്ലോബൽ KMCC ചെമ്പ്രയുടെയും പ്രവർത്തകർ ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ റോഡുകളുടെ ഇരുവശവും മോട്ടോർ ഉപയോഗിച്ച് കട്ട് ചെയ്തും മറ്റ് മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയും നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വാർഡ് കൗൺസിലർ M നാസർ മൂപ്പൻ നേതൃത്വം നൽകി. മൻസൂർ ബാബു, റിയാസ് പറമ്പിൽ, നിസാം ബി, നജിമുദ്ദീൻ, മുജീബ്, ആബിദ് ഹക്കീം, സാബിർ, റഹീം, ബാവ, നിസാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി.
യുവ കൂട്ടായ്മ തെയ്യാല പറപ്പാറപ്പുറം ഭാഗങ്ങളിൽ ശുചീകരണം നടത്തി. കക്കടിപ്പാറയിൽ ശുചീകരണ പ്രവൃത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ജലീൽ ഉദ്ഘാടനം ചെയ്തു. തെയ്യാല കക്കടിപ്പാറയിലെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിലാണ് തെയ്യാല പറപ്പാറപ്പുറം റോഡ് സൈഡിൽ ശുചീകരണ പ്രവൃത്തി നടത്തിയത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ജലീൽ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഇനി വരുന്ന ഓരോ ഞായറാഴ്ചകളിലും ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് യുവ കൂട്ടായ്മയുടെ തീരുമാനം. മുബാറക് തടത്തിൽ, നുസൈബ് പച്ചേരി, ധനീഷ്, നിസാർ, സുഫൈൽ നന്നാട്ട, റാഫി, ഷിഹാബുദ്ദീൻ, VK സഫ്വാൻ, റയ്യാൻ, ഉസ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരൂരിൽ കഞ്ചാവ് മാഫിയയുടെ ഗുണ്ടാ വിളയാട്ടം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും കവർന്നു. തിരൂർ പോലീസിൽ പരാതി നൽകി. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സംഭവം. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഷഫീഖുൽ ഇസ്ലാം, സുബോധ ദാസ് എന്നിവരുടെ ഫോണുകളും പണവുമാണ് കഞ്ചാവ് മാഫിയ സംഘം തട്ടിപ്പറിച്ചോടിയത്. നിർമ്മാണ തൊഴിലാളികളായ ഇവർ തിരൂർ ഇല്ലത്തപ്പാടം വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ലോക്ക്ഡൌണിന്റെ മറവിൽ കഞ്ചാവ് മാഫിയയുടെ ഗുണ്ടാ വിളയാട്ടം തിരൂരിലും പരിസരങ്ങളിലും വ്യാപകമായി നടക്കുന്നുണ്ട്. मोबाइल चोरी कर लिया सर, दोनों का ताला तोड़ के और घर से आधा किलो माल चोरी हो गया गांजा, इसलिए वो लोग माल नहीं देगा बोल रहा है। फर्स्ट टाइम बोला दे देगा, बोला अभी बोल रहा है नहीं देगा, आज बोला नहीं देगा मोबाइल। ये लतापुरम रूम, मेरे रूम से वो जो ड्राइवर से वो ताला तोड़ा और एक मोबाइल मेरा इसका। फिर मैं वो जो बंगाली आदमी है ना, जितना एक आदमी किया और जो 2 मलयालम था और एक बंगाली, उसको बोला मोबाइल दे, मेरा मोबाइल, एक मोबाइल मेरा। और आताबुल बोल रहा है मेरा तो मोबाइल किसको दिया, मेरे को फंसा दिया वो बोलता है। अभी बोलता है वो लोग नहीं देगा, आधा किलो माल चोरी हो गया, तू लोगों को मोबाइल नहीं दिया, दोनों का मोबाइल है। हाँ अभी सर हम क्या करें, पुलिस स्टेशन कंप्लेन लिखाने के लिए आया। फर्स्ट टाइम वो सर के पास गया, CBI के पास, फिर इधर आया। मोबाइल चाहिए सर हम लोग गरीब आदमी है, लॉकडाउन में कमाया नहीं, पर्ची भी है सर, लॉकडाउन से घर नहीं गया सर। अभी लॉकडाउन से बैठा बैठा रूम पे बैठा बैठा खा रहा था। 1 तारीख से खोला है तो 10-20 दिन काम किया और मोबाइल चोरी कर लिया सर उसने। आताबुल का भाई ने, അസ്രഫുൽ. കഴിഞ്ഞ ആഴ്ചയിലാണ് പുറത്തൂർ ആശുപത്രിപ്പള്ളിയിൽ നിന്നും വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് 40 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 3.5 കോടിയിലധികം രൂപയുടെ സ്വർണം പിടികൂടി. 5 യാത്രക്കാരിൽ നിന്നായാണ് സ്വർണം പിടിച്ചെടുത്തത്. മിശ്രിത രൂപത്തിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. കണ്ണൂർ, കോഴിക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച വിവിധ കേസുകളിലായാണ് 4 യാത്രക്കാരിൽ നിന്നായി 2,98,00,000 രൂപയുടെ സ്വർണം പിടികൂടിയത്. ദുബായിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ 4 യാത്രക്കാരിൽ നിന്നാണ് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റും എയർ ഇന്റലിജൻസ് യൂണിറ്റും സംയുക്തമായി സ്വർണം പിടികൂടിയത്. 4 പേരിൽ നിന്നായി 2,95,00,000 രൂപയുടെ 4.8 കിലോഗ്രാം സ്വർണം പിടികൂടി. ദുബായിൽ നിന്നും തന്നെ എത്തിയ മറ്റൊരു യാത്രക്കാരിൽ നിന്ന് 55 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. ആകെ 8 കിലോയോളം സ്വർണവും മിശ്രിതവും പിടികൂടി. 4.8 കിലോ സ്വർണവും 3 കിലോയോളം സ്വർണവും മിശ്രിതവും പിടികൂടി. കണ്ണൂർ മാവിലായി സ്വദേശി അഫ്താബിൽ നിന്നും 2 കിലോ 99 ഗ്രാം സ്വർണം പിടികൂടി. റീചാർജ് ചെയ്യുന്ന ടേബിൾ ഫാനിന്റെ ബാറ്ററിയിൽ ചതുരാകൃതിയിലുള്ള 18 കഷ്ണങ്ങളാക്കിയാണ് ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. എമർജൻസി ലാബിന്റെ ബാറ്ററിയിൽ ഒളിപ്പിച്ചാണ് കോഴിക്കോട് സ്വദേശി അജ്മൽ സ്വർണം കടത്താൻ ശ്രമിച്ചത്. ചതുരശ്രാകൃതിയിൽ 17 കഷ്ണങ്ങളായാണ് ഒളിപ്പിച്ച് 1983 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചു. കണ്ണൂർ സ്വദേശി നിസാമുദ്ദീൻ മലദ്വാരിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയത്. 1339 ഗ്രാം സ്വർണം 5 ഗൂളികളുടെ ആകൃതിയിൽ സ്വർണ്ണ മിശ്രിതമാണ് പിടിച്ചെടുത്തത്. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാൻ 1071 ഗ്രാം സ്വർണം 5 ക്യാപ്സൂളുകളുടെ രൂപത്തിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണ്ണ മിശ്രിതം കണ്ടെത്തിയത്. മലപ്പുറം ചേലൂർ സ്വദേശിയിൽ നിന്നാണ് 55 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തത്. കസ്റ്റംസ് പ്രിവൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ അടിവസ്ത്രത്തിലും സോക്സിലും ഒളിപ്പിച്ച നിലയിൽ 1340 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് പിടിച്ചെടുത്തത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ സ്വർണ്ണ കടത്താണിത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ഉള്ളണം ഫിഷറീസ് പദ്ധതിയുടെ ക്രമക്കേട് അന്വേഷിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് SDPI ഉള്ളണം ഫിഷറീസ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. കൽപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഉള്ളണം SDPI കമ്മിറ്റി നിൽപ്പ് സമരം നടത്തിയത്. കൽപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഉള്ളണം SDPI കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. രാവിലെ നാട്ടുകാർ പ്രതിഷേധ മതിലുകൾ തീർത്ത് പ്രതിഷേധിച്ചിരുന്നു. 2014 UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഉള്ളണം ഫിഷറീസ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് 7.5 കോടിയുടെ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും റിപ്പോർട്ട് നടപടി സ്വീകരിക്കാത്തത് മറ്റും കാണിച്ച് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടതോടെയാണ് അഴിമതി വിവാദം വീണ്ടും ചർച്ചയാവുന്നത്. 98 ലക്ഷം രൂപയുടെ കൽപ്പുഴ മാലിന്യങ്ങൾ നീക്കാതെ പണം തട്ടാനുള്ള
നീക്കം പരാതിയെ തുടർന്ന് നടന്നില്ല. ഇതേ തുടർന്ന് സമരപ്രഖ്യാപനവുമായി SDPI രംഗത്ത് വന്നതോടെയാണ് വീണ്ടും പ്രശ്നം ചർച്ചയാവുന്നത്. ഫിഷറീസ് ഫാമിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്ന സംയുക്ത സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ളണം SDPI ബ്രാഞ്ച് കമ്മിറ്റി നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. മുഴുവൻ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേലാളികളെ അതിൻ്റെ ജയിൽ തുറങ്കിൽ അടക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോകാനാണ് SDPI ഉദ്ദേശിക്കുന്നത്. അതിന് ഇവിടെ സമരം നടത്തുന്ന സമരസമിതിക്ക് എല്ലാവിധ വാവുകളും നേർന്നുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. ഇതിനിടയിൽ കുളനിർമ്മാണത്തിൽ 3.5 കോടി പദ്ധതിയിലും അഴിമതി നടന്നതായി കാണിച്ച കഴിഞ്ഞയാഴ്ച വീണ്ടും നാട്ടുകാർ ഒപ്പിട്ട പരാതികൾ മുഖ്യമന്ത്രിക്കടക്കം നൽകിയിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധങ്ങൾക്ക് ഇത് തുടക്കമായത്. മാത്രമല്ല, അഴിമതിയിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ചില സംഘടനാ നേതാക്കളുടെ സോഷ്യൽ മീഡിയയിലെയും മറ്റും പ്രസ്താവന വാർത്തകൾ ചെയ്ത മാധ്യമപ്രവർത്തകർക്കും ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസ് കൊടുത്തത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. രാവിലെ വിവിധ സമീപ പ്രദേശങ്ങളിൽ നടന്ന പ്രതിഷേധ മതിലുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നാട്ടുകാർ അണിനിരന്നത് പുതിയ സമരത്തിന് തുടക്കമായി. SDPI, CPM, INL, PDP പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധ സമരത്തിൽ SDPI തിരുരങ്ങാടി മണ്ഡലം ഉപാധ്യക്ഷൻ ഉമ്മർ VP ഉദ്ഘാടനം ചെയ്തു. ഉള്ളണം മേഖലാ നേതാക്കളായ മാമുഖോയ, ഷംലിക്, മാമുഖോയ, റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരു മുനിസിപ്പൽ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. പുല്ലൂർ ഗ്രാമീണം പൗരസമിതി ഫൈസൽ ബാബു പുല്ലൂർ രചിച്ച പുസ്തകങ്ങളാണ് ലൈബ്രറിയിലേക്ക് നൽകിയത്. പുല്ലൂർ ഗ്രാമീണം പൗരസമിതി ഫൈസൽ ബാബു പുല്ലൂർ രചിച്ച പുസ്തകങ്ങളാണ് തിരു മുനിസിപ്പൽ ലൈബ്രറിയിലേക്ക് നൽകിയത്. കൺവീനർ PP ഇസ്മായിൽ, ചെയർപേഴ്സൺ AP നസീമൊക്കെ പുസ്തകങ്ങൾ കൈമാറി. നമ്മുടെ ഫൈസൽ ബാബു പുല്ലൂർ എന്നവരെഴുതിയ ഏതാനും കൃതികൾ നമ്മുടെ തിരൂർ മുനിസിപ്പൽ ലൈബ്രറിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഇങ്ങനെയുള്ള കലാകാരന്മാരെ തിരൂർ നഗരസഭയ്ക്ക് എന്നും ആദരിക്കാനും ബഹുമാനിക്കാനും താല്പര്യപ്പെടുന്നു. തിരൂർ നഗരസഭയുടെ എല്ലാ പിന്തുണയും ഇത്തരം കലാകാരന്മാർക്ക് അറിയിക്കുകയാണ്. യൂസഫ് കൊടിശ്ശേരി, PM ബഷീർ, സാബിക് പുല്ലൂർ, PA ഗഫൂർ മാസ്റ്റർ, നൌഫൽ മേച്ചേരി, ഹമീദ് തച്ചോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഓൺലൈൻ പഠന സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യം വെച്ച ബിരിയാണി ചലഞ്ചുമായി SFI താനൂർ ഏരിയ കമ്മിറ്റി. നിരവധി ആളുകളാണ് ചലഞ്ചിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയത്. പ്രയാസം അനുഭവിക്കുന്നവർക്ക് നാട്ടുകാരെല്ലാം കൂട്ടാകുന്ന കാഴ്ചയായിരുന്നു താനൂരിൽ കാണാനായത്. SFIയുടെ ബിരിയാണി ചലഞ്ചിൽ മത്സരിച്ച് ബിരിയാണി വാങ്ങി ഫണ്ടിലേക്ക് കഴിയുന്ന സഹായവുമായി കക്ഷി വ്യത്യാസമില്ലാതെ നിരവധി കുടുംബങ്ങൾ രംഗത്തെത്തി. അരിയും ഇറച്ചിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ളവ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു ആദ്യഘട്ടം. 2000 ബിരിയാണി വിൽപ്പന പ്രതീക്ഷിച്ച SFI പ്രവർത്തകർക്ക് ലഭിച്ചത് 6500-ലധികം ഓർഡറുകളായിരുന്നു. ചിക്കൻ ബിരിയാണി 100 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. നിശ്ചയിച്ച വിലയിൽ കൂടുതൽ നൽകി ബിരിയാണി വാങ്ങിയവരും അതിജീവന വഴിയിൽ മികച്ച പിന്തുണയായി. താനാളൂർ EC ഹാളിൽ വെച്ച് നിർമ്മാണവും പാക്കിങ്ങും ഞായറാഴ്ച രാവിലെ തന്നെ ആരംഭിച്ചു. 11 മുതൽ വിതരണവും ആരംഭിച്ചു. ഓർഡറിലെ ബാഹുല്യം കാരണം പലർക്കും ബിരിയാണി വൈകിയാണ് ലഭിച്ചത്. സേവന പ്രവർത്തനങ്ങൾക്ക് വിശപ്പ് അടിയറവ് വെച്ച് വൈകിട്ടും സന്തോഷത്തോടെയാണ് ബിരിയാണി ഏറ്റുവാങ്ങിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചായിരുന്നു ബിരിയാണി പാചകം ചെയ്തതും വിതരണം നടത്തിയതും. SFIയുടെ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നൊരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ താനൂർ ഏരിയക്കകത്ത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഇല്ലാത്ത അനവധി കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെ സഹായിക്കാമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് SFI താനൂർ ഏരിയ കമ്മിറ്റി ഇത്ര വിപുലമായ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഈ ചലഞ്ചിന് നമ്മുടെ നാടിൻ്റെ അകത്ത് വിവിധ മേഖലയിലുള്ള ജനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 6000-ലധികം ആളുകളുടെ ഓർഡറുകൾ ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായി കൊണ്ട് പിടിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തുകക്ക് ഈ നാടിനകത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന നിർധരരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണത്തിന് വേണ്ടി മൊബൈൽ ഫോൺ SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി കൊണ്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. താനൂർ നഗരസഭ ഉഴൂർ, നിറമടത്തൂർ, താനാളൂർ, പൊന്മുണ്ടം, നന്നമ്പ്ര എന്നീ പഞ്ചായത്തുകളിലെ മിക്ക വീടുകളിലും ബിരിയാണിയായിരുന്നു ഞായറാഴ്ചയിലെ ഉച്ചഭക്ഷണം. അത് കഴിച്ചപ്പോൾ വയറ് മാത്രമല്ല നിറഞ്ഞത്, പ്രയാസമനുഭവിക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങായതിന്റെ നിർവൃതിയിൽ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. SFI ഏരിയ സെക്രട്ടറി P അഭിജിത്ത്, പ്രസിഡന്റ് N ആദിൽ, KK മനീഷ, അനശ്വന, ഷിഫാന സുഹൈൽ, K സനത, K ശരത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ബിരിയാണി ചാലഞ്ച് പ്രവർത്തനങ്ങൾ.
ജലനിധി വെള്ള ടാങ്കിൽ എലിയുടെ അവശിഷ്ടം കണ്ടെത്തി. താനാള് ഗ്രാമപഞ്ചായത്തിലെ പട്ടരുപറമ്പ് പ്രദേശത്തുള്ള കുടിവെള്ള പദ്ധതിയുടെ വെള്ള ടാങ്കിൽ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് എലിയുടെ അവശിഷ്ടം ലഭിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ ടാങ്ക് വൃത്തിയാക്കി. 2 ദിവസത്തിനകം കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കും. നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ജലനിധി വെള്ള ടാങ്കിൽ എലിയുടെ അവശിഷ്ടം കണ്ടെത്തി. താനാള് ഗ്രാമപഞ്ചായത്തിലെ പട്ടരുപറമ്പ് പ്രദേശത്തുള്ള കുടിവെള്ള പദ്ധതിയുടെ വെള്ള ടാങ്കിൽ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് എലിയുടെ അവശിഷ്ടം ലഭിച്ചത്. താനാളൂർ പഞ്ചായത്തിലെ 21-ാം വാർഡ് പട്ടരുപറമ്പ് പടിഞ്ഞാറേ ഭാഗം കനാലിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ ജലനിധിൻ്റെ പൈപ്പ് വരുന്ന എല്ലാ പൈപ്പുകളിലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചത്ത എലിയുടെ അവശിഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് പൈപ്പിലൂടെ ഇത് വന്നു തുടങ്ങിയിരുന്നു. സംശയം തോന്നിയ വീട്ടുകാർ അധികാരികളെ വിവരമറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും ടാങ്കിലെ വെള്ളം കുടിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് ടാങ്ക് വൃത്തിയാക്കുകയും ചെയ്തു. ടാങ്ക് ശുചീകരിച്ച് നല്ല രീതിയിൽ അടച്ചിടാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായും വൃത്തിയാക്കി 2 ദിവസത്തിനകം കുടിവെള്ള വിതരണം ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. നിരവധി ജനതാ ബസാർ മേഖല കോൺഗ്രസ് യൂത്ത് കമ്മിറ്റി യൂത്ത് കെയറിന്റെ ഭാഗമായി 15-ാം വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. നിരവധി ജനതാ ബസാർ മേഖല കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് കെയറിന്റെ ഭാഗമായാണ് 15-ാം വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനീഫ മാസ്റ്റർ ഇതിനോദ്ഘാടനം നിർവഹിച്ചു. നിരവധി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി കുമാരൻ ജനതാ ബസാർ അധ്യക്ഷനായിരുന്നു. സീറ്റ് സെന്റർ പഞ്ചാരമുല പ്രസിഡന്റ് ഉസ്മാൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. UDF ചെയർമാൻ കൃഷ്ണൻ നമ്പൂതിരി, യൂത്ത് കോൺഗ്രസ് നിരവധി മണ്ഡലം പ്രസിഡന്റ് അസ്കർ KT, നിരവധി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിറ TV, ഇജാസ് ഇസ്മായിൽ, ജാസിം ജനതാ ബസാർ, മുബാറക്, ഫൈറൂസ ജാസിം, ഫാറൂഖ്, സല, മുഹമ്മദ് കുട്ടി വത്തമ്പാട്, ഇർഷാദ്, ലബീബ്, ജാസിർ, അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ യൂത്ത് കെയറിന്റെ ഭാഗമായി മണ്ഡലം കോൺഗ്രസിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രതിനിധാനം ചെയ്ത വാർഡുകളിൽ കിറ്റ് വിതരണത്തിന്റെ ഭാഗമായി ഇന്ന് 15-ാം വാർഡിലെ എല്ലാ വീടുകളിലും കോൺഗ്രസിന്റെ വകയായി പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യുന്നു. ഇശൽ മെഹർജാൻ സംഗീത സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. ഓൺലൈൻ വഴി 2 റൗണ്ടുകളായാണ് മത്സരം സംഘടിപ്പിച്ചത്. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ. ഇശൽ മെഹർജാൻ സംഗീത സൗഹൃദ ഓൺലൈൻ കൂട്ടായ്മ കലാസന്ധ്യ മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. ഒരു നാളെ ചെറുപ്പത്തിന് ശ്രീതളമിട്ട മലരെ യൂസുഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ചു കിതച്ചു നിന്നല്ലോ. ഒരു നാളെ ചെറുപ്പത്തിന് ശ്രീതളമിട്ട മലരെ യൂസുഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ചു കിതച്ചു നിന്നല്ലോ. 2 റൗണ്ടുകളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. കൂട്ടായ്മയിലെ 20ഓളം കലാകാരന്മാർ മത്സരത്തിൽ പങ്കെടുത്തു. പൂരം കാണണ ചേലിക്ക് ഞമ്മളെ തുറിച്ചു നോക്കണ കാക്കാ നിങ്ങടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല. സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വബാഹിൻ പൂവിടരുമ്പോ കണ്ണുണരൂ കൽബുണരൂ. കോവിഡ് മഹാമാരിയിൽ ഓൺലൈൻ വഴി നടത്തിയ മത്സരം ഏറെ ശ്രദ്ധേയമായിരുന്നു. നിസ്കാരപ്പായാണഞ്ഞ് കുതിർന്നല്ലോ നിവരാതെ കുമ്പേട്ടൻ കണ്ണു നനഞ്ഞല്ലോ. ഇശൽ MG, ജബ്സ് മാറഞ്ചേരി എന്നിവർ പരിപാടിയുടെ അവതരണം നടത്തി. ജബ്സ് മാറഞ്ചേരി, ഷംനാദ് കൊല്ലം, സുബൈദ കൊണ്ടോട്ടി എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പരിസരം ശുചീകരിച്ച് യൂത്ത് കെയർ പ്രവർത്തകർ. തലക്കാട് മണ്ഡല യൂത്ത് കെയറിന്റെ ആഭിമുഖ്യത്തിലാണ് തിരൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ശുചീകരിച്ചത്. ഹയർ സെക്കൻഡറി VHSC പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ഭാഗമായി തലക്കാട് മണ്ഡല യൂത്ത് കെയറിന്റെ ആഭിമുഖ്യത്തിലാണ് BP-അങ്ങാടി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ശുചീകരിച്ചത്. മാസങ്ങളെ അടഞ്ഞുകിടന്നതിനാൽ സ്കൂൾ പരിസരം കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. സന്നദ്ധ പ്രവർത്തനത്തിലുള്ള യൂത്ത് കെയർ വോളണ്ടിയർമാർ പരിസര ശുചീകരണം നടത്തിയത്. ക്ലാസ് റൂമുകളിൽ അണുനശീകരണവും നടത്തി. VHSC പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ അധികൃതർ യൂത്ത് കെയറിൻ്റെ വളണ്ടിയേഴ്സുമായി ബന്ധപ്പെടുകയും അങ്ങനെ
അവർ വൃത്തിയാക്കാമെന്ന് പറയുകയും ചെയ്യുന്നതിന് ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ക്ലാസ് മുറികളും അതേപോലെ പരിസരങ്ങളും വൃത്തിയാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ആ ആലോചനയുടെ ഭാഗമായി തലക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കെയറിനെ സമീപിക്കുകയും ഇന്ന് അവരുടെ പ്രവർത്തകർ വന്ന് സ്കൂളും സ്കൂളിൻ്റെ പരിസരവും അണുനശീകരണവും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും വൃത്തിയാക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തിയിൽ പങ്കെടുത്ത യൂത്ത് കെയറിൻ്റെ ചെയർമാൻ അതുപോലെ കൺവീനർ മറ്റ് യൂത്ത് കെയറിൻ്റെ എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും ഗേൾസ് ഹൈസ്കൂൾ PTA കമ്മിറ്റിക്ക് വേണ്ടി 1000 അഭിനന്ദനങ്ങളും നന്ദികളും അറിയിക്കുകയാണ്. യൂത്ത് കെയർ തലക്കാട് മണ്ഡലം ചെയർമാൻ നൌഷാദ്, കൺവീനർ ജബ്ബാർ CP, PTA പ്രസിഡന്റ് സമീർ പൂക്കേൽ, അധ്യാപകരായ പ്രദീപ് കുമാർ, ശബരീഷ് എന്നിവർ നേതൃത്വം നൽകി. ഒടൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് എരനെല്ലൂർ അങ്കണവാടി DYFI പ്രവർത്തകർ ശുചീകരിച്ചു. ഒടൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ എരനെല്ലൂർ അങ്കണവാടിയാണ് DYFI പ്രവർത്തകർ ശുചീകരിച്ചത്. വാർഡ് മെമ്പർ അലവി മുക്കാട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തും ഓരോ പ്രവർത്തനങ്ങളിലും സജീവമായ രംഗത്തുള്ള അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന DYFI എരനെല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ, സെക്രട്ടറി അബ്ദുറഹ്മാൻ മാമ്പറ്റ, ഇല്യാസ് ഷെരീഫ്, റാഷിദ സൽമാൻ, സാലിം, അജു, ഷഹീദ് ജമീൽ, സക്കരിയ, ഷുഹൈബ്, സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റിപ്പുറത്ത് വൃദ്ധ കൊല്ലപ്പെട്ടത് തലയോട്ടി പിളർന്ന ഭാരമേറിയ വസ്തു കൊണ്ട് തലയോട്ടിക്കടിയേറ്റെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരുന്നതായി വിവരം. വീട്ടിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടില്ല. ലഹരി മാഫിയ സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം. സംസ്ഥാനത്ത് 11,647 കോവിഡ് രോഗികൾ പരിശോധിച്ചത് 1,07,474 സാമ്പിളുകൾ. മലപ്പുറത്ത് DPR ഉയർന്നു തന്നെ. 1,187 പേർക്ക് വൈറസ് ബാധ. തിരൂരിൽ കഞ്ചാവ് മാഫിയയുടെ ഗുണ്ടാവിളയാട്ടം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും കവർന്നു. തിരൂർ പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്തെ ബാറുകൾ തിങ്കളാഴ്ച മുതൽ അടച്ചിടും. വെബ്കോ എയർ മാർജിൻ വർദ്ധിപ്പിച്ചത് ബാറുകൾക്ക് നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടച്ചിടൽ തീരുമാനം. ഓൺലൈൻ പഠന സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി SFI താനൂർ ഏരിയ കമ്മിറ്റി. SFI സംഘടിപ്പിച്ച ബിരിയാണി ചാലഞ്ചിൽ നിരവധി പേർ പങ്കാളികളായി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.